ஞானப்பழம் நீயப்பா ஞானப்பழம் நீயப்பா தமிழ் ஞானப்பழம் நீயப்பா. പഴനി ടെമ്പിളിനെ കുറിച്ചാണ്, മുരുകന്റെ പ്രതിഷ്ഠയെ കുറിച്ചാണ്. വെൽക്കം ടു വിനു RVV ചാനൽ. മുരുകന്റെ പ്രതിഷ്ഠ പഴനിയിലുള്ള കോവിലിൽ ഉള്ളതാണ്. ആ മുരുകന്റെ പ്രതിഷ്ഠ കല്ലല്ല, ബ്രോൺസും അല്ല, ഗോൾഡും അല്ല, അല്ലെങ്കിൽ പലതരപ്പെട്ട ഐമ്പൂൺ എന്നൊക്കെ പറയും, പല മെറ്റൽസും കൂടി ചേർത്തിട്ടുള്ള പ്രതിഷ്ഠയുമല്ല. അത് നവഭാഷാണമാണ്. നവഭാഷാണം എന്ന് വെച്ചാൽ 9 വിധമായ വിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പ്രതിഷ്ഠയാണ് മുരുകന്റെ പ്രതിമ. ദണ്ഡായുധപാണിയായിട്ടാണ് മുരുകൻ നിൽക്കുന്നത്. ദണ്ഡായുധപാണി ഏകദേശം ഒരു സന്യാസി കോലമാണ്. ദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക്, കയ്യിൽ മുരുകന്റെ കയ്യിൽ ഒരു സ്റ്റിക്കുണ്ട്. ഈ പ്രതിഷ്ഠ നിർമ്മിച്ചത് നമ്മുടെ മഹാസിദ്ധനായ ബോഹറാണ്. ഈസ് എ ഫേമസ് അൽക്കിമിസ്റ്റ്. കെമിസ്ട്രിയിൽ പുള്ളി ഭയങ്കര എക്സ്പെർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ബോഹറിന്റെ കാലത്തിന് ശേഷവും ഈ മെഡിസിന്റെ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മുരുകന്റെ പ്രതിഷ്ഠ നവഭാഷാണം കൊണ്ട് ഉണ്ടാക്കിയത്. ഈ നവഭാഷാണം കൊണ്ട് ഉണ്ടാക്കിയ പ്രതിഷ്ഠയിൽ നമ്മൾ അഭിഷേകം ചെയ്യുള്ളൂ. വെള്ളം അല്ലെങ്കിൽ ഭസ്മമാവാം, അല്ലെങ്കിൽ അഭിഷേക വസ്തുക്കൾ പഞ്ചാമൃതമാവാം. ഇത് ആ പ്രതിഷ്ഠയെ സ്പർശിച്ചിട്ട് വരുന്ന ആ വെള്ളം, ഭസ്മം അല്ലെങ്കിൽ പഞ്ചാമൃതം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ കഴിക്കുമ്പോൾ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഹെൽത്ത്, ആരോഗ്യം മെച്ചപ്പെടും, സ്പിരിച്വൽ പ്രോസസ്സും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ബോഹർ സോഫിസ്റ്റിക്കേറ്റഡ്, അതിസാഹസികമായിട്ടും വളരെ കഷ്ടപ്പെട്ടും ഇത് ഉണ്ടാക്കിയെടുത്തത്. പുള്ളിയുടെ കാലത്തിന് ശേഷവും ആൾക്കാർ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും അവിടെ നമ്മൾ പോകുന്നുണ്ട്. ഈ കോവിൽ ഭയങ്കര പോപ്പുലറാണ്. സെഞ്ചുറീസ് ആൻഡ് സെഞ്ചുറീസ് ആയിട്ട് ആൾക്കാർ ജസ്റ്റ് ഗോയിങ് ദർ, റൈറ്റ്. സൗത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര പോപ്പുലറാണ് ഈ അമ്പലം. ബോഹർ പിന്നെ ഈ അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ടണൽ പോലെ ഉണ്ടാക്കി ഒരു ഗുഹയ്ക്കകത്ത് ചെന്ന് പുള്ളി മെഡിറ്റേറ്റ് ചെയ്ത് അവിടെ നിന്ന് സമാധിയായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സോ ഈ പഴനി ടെമ്പിൾ പിന്നെ നമ്മുടെ ചേരാക്കി 2nd സെഞ്ചുറിയിലോ 5th സെഞ്ചുറിയിലോ ഇതിന് റീഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചോഴ വന്നിട്ടുണ്ട്, പാണ്ഡ്യ വന്നിട്ടുണ്ട്, ഒരുപാട് കിങ്സ് ഒക്കെ പിന്നെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ അമ്പലത്തിന് വേണ്ടി കുറെ ഓഫർ ചെയ്തിട്ടുണ്ട്. അമ്പലം റീഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്, പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഓഫർ ചെയ്തിട്ടുമുണ്ട് ബിക്കോസ് ഓഫ് ദ മെഡിസിനൽ ബെനിഫിറ്റ്സ്. സോ ഈ അമ്പലത്തിനെ കുറിച്ച് നേരത്തെ അറിയാവുന്നവർ, ഈ നവഭാഷണത്തിനെ കുറിച്ച് കുറച്ചുകൂടി അറിവുള്ളവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇത് കേട്ട പിന്നീടോ അല്ലെങ്കിൽ ഇതിനു മുമ്പെയോ പോയിട്ടുള്ളവരും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക തോട്ട്സ്. താങ്ക് യു. ബൈ.